നമസ്കാരം. എല്ലാ മാന്യ സുഹൃത്തുക്കൾക്കും സിനിമ എന്ന യൂട്യൂബ് ചാനലിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് നിങ്ങൾക്ക് മുമ്പിൽ വന്നിരിക്കുന്നത് മാർക്കോ എന്ന് പറയുന്ന ചിത്രത്തിന്റെ ബോക്സ് ഓഫീസ് കണക്ക് വളരെ ചെറിയ ഒരു വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് സംസാരിക്കാമെന്ന് കരുതിയാണ്. അപ്പോൾ നമ്മൾ നേരെ വീഡിയോയിലേക്ക് കടക്കാണ്. കാരണം ഒരു 5 മിനിറ്റിൽ താഴെയുള്ള ഒരു വീഡിയോയ്ക്ക് തീർക്കണമെന്ന് ആഗ്രഹിക്കുന്നു. ഡയറക്റ്റ് വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നത്, അതല്ല ഇനിയും നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് എന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് ഞാൻ നിങ്ങളോട് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. ഇത് പൂർണ്ണമായിട്ടും ഒരു സിനിമ ബേസ് ചെയ്തിട്ടുള്ളൊരു ചാനലാണ്. അതുപോലെ തന്നെ ഈ ചാനലിന്റെ പേരിൽ ചെറിയ ഒരു പരിണാമം സംഭവിക്കാൻ സാധ്യതയുണ്ട്. സിനിമ എന്നുള്ളൊരു പേര് പലർക്കും സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ കോമൺ പേരായതുകൊണ്ട് ചാനൽ കിട്ടുന്നില്ല എന്നുള്ള കമന്റുകൾ സ്ഥിരമായിട്ട് കാണുന്നുണ്ട്. കമന്റുകൾക്ക് അപ്പുറമായിട്ട് നമ്മുടെ സുഹൃത്തുക്കളും പലരും പറയുകയും ചെയ്യാറുണ്ട്. കാരണം ഒരു 2 ദിവസം നമ്മുടെ ചാനൽ കണ്ടില്ല എന്നുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചുള്ള നോട്ടിഫിക്കേഷൻ വരാനുള്ള സാധ്യത കുറവാണ്. പിന്നീട് നിങ്ങൾ ഇത് സെർച്ച് ചെയ്താൽ തന്നെ സിനിമ എന്ന് അടിച്ചു കഴിഞ്ഞാൽ അതൊരു കോമൺ പേരായതുകൊണ്ട് വേറെ പല സിനിമകളുടെയും കാര്യങ്ങളൊക്കെ ആയിരിക്കും നിങ്ങൾക്ക് വരിക. അപ്പോൾ അങ്ങനെ ഒരു സംഭവം ഉള്ളത് കൊണ്ട് തന്നെ നമ്മൾ ഈ പേരൊന്ന് പരിഷ്കരിക്കാനായിട്ടുള്ള ഒരു സാധ്യതയുണ്ട്. ഞാൻ കമ്മ്യൂണിറ്റി ടാബിൽ ഒരു 4 പേരുകൾ സജസ്റ്റ് ചെയ്തിട്ടേക്കാം. നിങ്ങൾക്ക് അതിൽ കയറി ഏതാണ് ഇഷ്ടം എന്നുള്ളത് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ ശ്രമിക്കുക. ഇന്ന് വൈകുന്നേരത്തിനുള്ളിൽ ആ ഒരു പോസ്റ്റ് ഇട്ടേക്കാം. അതുപോലെ തന്നെ അതല്ല നിങ്ങളുടെ മനസ്സിൽ ഏതെങ്കിലും പോയിന്റ് തോന്നുന്നുണ്ടെങ്കിൽ, പേര് തോന്നുന്നുണ്ടെങ്കിൽ അത് ഈ വീഡിയോന്റെ താഴെ കമന്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഡയറക്റ്റ് വീഡിയോയിലേക്ക് കടക്കുകയാണ്. സിനിമയുടെ കളക്ഷൻ പറയുന്നതിന് മുമ്പ് ഇന്നലെ അത്ഭുതപ്പെടുത്തിക്കൊണ്ടൊരു വാർത്ത വന്നിരുന്നു. സത്യമായിട്ടും എനിക്ക് ആ ഒരു വാർത്തയെ പറ്റി ഒരു അറിവും ഉണ്ടായിരുന്നില്ല സിനിമ റിലീസ് ചെയ്യുന്നത് വരെ. ഇന്നലെയാണ് ഞാനത് കാണുന്നത്. അത് എന്നെ അത്ഭുതപ്പെടുത്തി. അത് വേറെ ഒന്നുമല്ല, സിനിമയിലെ പ്രധാനപ്പെട്ട വില്ലന്മാരിൽ ഒരാളായിട്ട് അഭിനയിച്ചത് ഷമ്മി തിലകന്റെ മകനായിട്ടുള്ള അഭിമന്യു ആണ് എന്നുള്ളൊരു വാർത്ത പുറത്തു വരികയുണ്ടായിരുന്നു. വാർത്തയല്ല, സത്യമായിട്ടുള്ളൊരു കാര്യമാണ്. അത് എന്നെ അത്ഭുതപ്പെടുത്തി. കാരണം ഗംഭീര പെർഫോമൻസ് ആണ് ആ മനുഷ്യനെ അതിനകത്ത് കാണിച്ചു വെച്ചിരിക്കുന്നത്. ഞാൻ കരുതിയത് എവിടെയെങ്കിലും ഇപ്പൊ നമ്മളൊക്കെ കാണാതെ ഏതെങ്കിലും C ക്ലാസ് സിനിമകളിലൊക്കെ വന്ന് അഭിനയിച്ചിട്ട് പോയിട്ടുള്ള ഏതോ ഒരാളാണ് എന്നാണ് എനിക്ക് തോന്നിയത്. കാരണം പെർഫെക്റ്റ് ആക്ടിംഗ് ആയിരുന്നു. ഒരു പുതുമുഖം അഭിനയിക്കുന്ന രീതിയിലുള്ള ഒന്നും തന്നെ അവിടെ കാണാൻ സാധിച്ചില്ല. അപ്പൊ തീർച്ചയായിട്ടും വേറെ ഏതെങ്കിലുമൊക്കെ ലോക്കൽ സിനിമകളിലൊക്കെ അഭിനയിച്ച് പോയതായിരിക്കും, നമ്മൾ കാണാത്ത ഏതെങ്കിലും സിനിമകളിലൊക്കെ അഭിനയിച്ച് പോയ ഒരു വ്യക്തിയായിരിക്കും എന്നുള്ള ആ ഒരു അഭിനയ എക്സ്പീരിയൻസ് ഉള്ള വ്യക്തിയായിരിക്കും എന്നാണ് ഞാൻ കരുതിയത്. ഇത് ഞെട്ടിച്ചു എന്നുള്ളതിൽ ഒരു സംശയവും വേണ്ട. അടുത്തത് നമ്മൾ ഡയറക്റ്റ് വീഡിയോയിലേക്ക് കടക്കുകയാണ്. മാർക്കോ എന്ന് പറയുന്ന സിനിമ ആദ്യ ദിവസത്തെ കളക്ഷൻ നമ്മൾ ഇന്നലെ പറഞ്ഞിരുന്നു. കേരള ബോക്സ് ഓഫീസ് കണക്കുകൾ മാത്രമാണ് നമുക്ക് കിട്ടിയത്. എന്നാൽ വൈകുന്നേരത്തോടു കൂടി തന്നെ ലോകം മൊത്തമായിട്ട് ചിത്രം 10 കോടിക്ക് അധികം തുക നേടി എന്നുള്ള ഒരു കണക്ക് പുറത്തു വന്നിരുന്നു. 10.5 കോടി രൂപയോളം വേൾഡ് വൈഡായിട്ട് നേടി എന്നുള്ളൊരു കണക്ക് പുറത്തു വന്നിരുന്നു. ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന റിപ്പോർട്ട് പ്രകാരം 2ാം ദിവസം ആദ്യ ദിവസത്തേക്കാൾ കൂടുതൽ കളക്ഷൻ കിട്ടിയിരിക്കുന്നു. തീർച്ചയായിട്ടും ശനിയാഴ്ചയാണ്, സ്വാഭാവികമായിട്ടും ഉണ്ടാകുന്ന ഗ്രോത്ത് അവിടെ കാണാൻ സാധിക്കും. ചിത്രത്തിന് 2 ദിവസം കൊണ്ട് 21 കോടി 65 ലക്ഷം രൂപ വേൾഡ് വൈഡായിട്ട് കളക്ഷൻ കിട്ടി എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. 21 കോടി 65 ലക്ഷം രൂപ 2 ദിവസം കൊണ്ട് കളക്ഷൻ നേടിയ സിനിമ കേരള ബോക്സ് ഓഫീസിൽ നിന്ന് 9 കോടി 10 ലക്ഷം രൂപയോളം നേടിയെടുത്തിട്ടുണ്ട്. 9 കോടി 10 ലക്ഷം രൂപയോളം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് നേടിയെടുത്ത സിനിമ ലോകം മൊത്തമായിട്ട് 12 കോടി രൂപയോളം കളക്ഷൻ നേടിയിട്ടുണ്ട് എന്നുള്ള റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട്. അതായത് വേൾഡ് വൈഡ് കളക്ഷൻ നോക്കുകയാണെങ്കിൽ 21 കോടി 65 ലക്ഷം രൂപ വന്നിട്ടുണ്ട്. കേരളത്തിൽ നിന്ന് മാത്രമായിട്ട് 9 കോടിക്ക് മുകളിൽ കളക്ഷൻ വന്നിട്ടുണ്ട്. ലോകം മൊത്തമായിട്ട്, അതായത് ഇന്ത്യക്ക് പുറത്തുള്ള വിദേശ രാജ്യങ്ങളിൽ നിന്ന് 12 കോടിയോളം കളക്ഷൻ വന്നിട്ടുണ്ട് എന്ന് പറയുമ്പോൾ കേരള ബോക്സ് ഓഫീസിനേക്കാൾ കൂടുതൽ കളക്ഷൻ വിദേശ മാർക്കറ്റുകളിൽ നിന്ന് നേടിയെടുക്കാൻ സിനിമയ്ക്ക് സാധിച്ചിട്ടുണ്ട് എന്നുള്ളൊരു കാര്യം മറക്കാതിരിക്കുക. ഹിന്ദി വേർഷനെ കുറിച്ച് നമ്മൾ ആദ്യ ദിവസം പറഞ്ഞിരുന്നു. ആദ്യ ദിവസം മീൻസ് ഫസ്റ്റ് ഡേ കളക്ഷന്റെ കാര്യം പറഞ്ഞപ്പോൾ പറഞ്ഞിരുന്നു. 2ാം ദിവസവും ആ 10 ലക്ഷം രൂപ തന്നെ മെയിൻറ്റെയിൻ ചെയ്യാൻ സിനിമയ്ക്ക് സാധിച്ചിട്ടുണ്ട്. 2 ദിവസം കൊണ്ട് ചിത്രം ഹിന്ദി ബോക്സ് ഓഫീസിൽ നിന്ന് 20 ലക്ഷം രൂപയ്ക്ക് അധികം നേടിയിട്ടുണ്ട് എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു. മാത്രവുമല്ല, ഹിന്ദിയിൽ ആദ്യ ദിവസത്തെ കളക്ഷൻ പറയുന്ന സമയത്ത് നമ്മൾ ഒരു നെഗറ്റീവായിട്ട് പറഞ്ഞത്, വന്ന റിവ്യൂസ് എല്ലാം പോസിറ്റീവ് ആയിരുന്നു, കണ്ട തിയേറ്റർ റെസ്പോൺസും പോസിറ്റീവ് ആയിരുന്നു എന്ന് നമ്മൾ പറഞ്ഞിരുന്നു. പക്ഷെ അവിടെ നെഗറ്റീവായിട്ട് വന്നത് വലിയ ചാനലുകൾ ആരും തന്നെ റിവ്യൂ ഇട്ടിട്ടുണ്ടായിരുന്നില്ല എന്നാണ്. എന്നാൽ അതിനെയൊക്കെ മാറ്റിമറിച്ചുകൊണ്ട് ഇന്നലത്തോടുകൂടി വലിയ ചാനലുകളിലെല്ലാം തന്നെ മാർക്കോ എന്ന് പറയുന്ന സിനിമയുടെ വളരെ പോസിറ്റീവായിട്ടുള്ള റിവ്യൂസ് ആണ് ഹിന്ദിയിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും അത് സൂചിപ്പിക്കുന്നത് ഹിന്ദി ബോക്സ് ഓഫീസിൽ സിനിമ വരും നാളുകളിൽ വലിയ കാര്യമായിട്ട് തന്നെ കളക്ഷൻ നേടുമെന്നുള്ളത് തന്നെയാണ്. ഈ ചിത്രത്തിന്റെ ഫൈനൽ കളക്ഷൻ വരുന്ന സമയത്ത് ഹിന്ദി കളക്ഷൻ നമുക്ക് നോട്ട് ചെയ്ത് പറയേണ്ട ഒരു അവസ്ഥ വരും. അത്ര വലിയ ഒരു കളക്ഷൻ ഹിന്ദി ബോക്സ് ഓഫീസിൽ നിന്ന് നേടിയെടുക്കും. ഇനി ഈ സിനിമ 100 കോടിയിലേക്ക് എത്തുമോ എന്ന് ചോദിച്ചാൽ ഒരു കാര്യം ഉറപ്പാണ്, വരാനിരിക്കുന്നത് ബറോസ് എന്ന് പറയുന്ന ഒരു സിനിമയുണ്ട്. അപ്പോൾ അതിന്റെ കളക്ഷൻ എങ്ങനെ ഉണ്ടാവും, അത് എത്രത്തോളം തിയേറ്ററുകൾ പിടിക്കും, ഇനി അതുമായിട്ട് എഗ്രിമെന്റ് വച്ചിരിക്കുന്ന തിയേറ്ററുകൾക്ക് മാർക്കോ മാറിക്കൊടുക്കേണ്ടതായിട്ട് വരും. അങ്ങനെയൊക്കെ
ഉള്ള കുറെ സംഭവങ്ങളുണ്ട്. പക്ഷേ മാർക്കോ ഈ പോക്കാണ് പോകുന്നത് എന്നുണ്ടെങ്കിൽ ബറോസ് എത്തുന്നതിന് മുമ്പ് തന്നെ 60 കോടിക്ക് മുകളിൽ വേൾഡ് വൈഡ് കളക്ഷൻ സിനിമ നേടിയിരിക്കും. പിന്നെ ബറോസ് എത്തി വലിയ ഹിറ്റായി മാറി എന്നുണ്ടെങ്കിൽ പോലും ഈ സിനിമ നൈസായിട്ട് 100 കോടി എത്തും എന്നുള്ളൊരു കാര്യം സംശയിക്കാതെ തന്നെ നമുക്ക് പറയാൻ സാധിക്കും. അതായത് ബറോസ് വരുന്നതിന് മുമ്പ് തന്നെ നല്ല ഒരു കളക്ഷനിലേക്ക് സിനിമ എത്തിയേക്കാം. ബറോസ് വന്നു കഴിഞ്ഞാലും സിനിമയ്ക്ക് 100 കോടി എന്ന് പറയുന്ന മാർജിനിലേക്ക് എത്താൻ ബുദ്ധിമുട്ടുണ്ടാവില്ല എന്ന് ഈ നിമിഷം നമുക്ക് സംസാരിക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. വേറെ ഒരു കാര്യം എടുത്തു പറയേണ്ട ഒരു സംഭവമുണ്ട്. ഈ സിനിമയ്ക്ക് ഒരല്പം ഡീഗ്രേഡിങ് കാര്യങ്ങളൊക്കെ സംഭവിക്കുന്നുണ്ട്. അതിനെക്കുറിച്ച് നമുക്ക് മറ്റൊരു വീഡിയോയിലൂടെ തീർച്ചയായിട്ടും നമ്മൾ സംസാരിക്കുന്നതായിരിക്കും. ആദ്യം പറഞ്ഞ ആ ഒരു കാര്യത്തെക്കുറിച്ച് ഒന്നുകൂടി ഞാൻ നിങ്ങളോട് വിശദമായിട്ട് പറയണമെന്നും എനിക്ക് തോന്നുന്നു. വീഡിയോ ഇവിടെ കഴിഞ്ഞു കേട്ടോ. ഇനി നിങ്ങൾക്ക് കാണാൻ താല്പര്യമുള്ളവർ മാത്രം കണ്ടാൽ മതി. കാരണം സിനിമയുടെ വാർത്ത എന്ന് പറയുന്നത് ഇത്രയും മാത്രമുള്ളൂ. മാർക്കോ എന്ന് പറയുന്ന സിനിമ 21 കോടി 65 ലക്ഷം രൂപ കളക്ഷൻ നേടിയിട്ടുണ്ട് വേൾഡ് വൈഡ് ആയിട്ട്. കേരള ബോക്സ് ഓഫീസിൽ നിന്ന് 9 കോടി 10 ലക്ഷം രൂപയും ലോകമെമ്പാടുമായിട്ട് 12 കോടി രൂപയും ഹിന്ദിയിൽ നിന്ന് മാത്രമായിട്ട് 20 കോടി രൂപയും നേടിയിട്ടുണ്ട്. ഇതാണ് സിനിമയുടെ വാർത്ത. ഒക്യുപ്പേഷൻ കാര്യങ്ങളൊന്നും ഇന്ന് ലഭ്യമായിട്ടില്ല. അത് മിക്കവാറും വൈകുന്നേരത്തോടു കൂടിയൊക്കെ ആയിരിക്കും ലഭ്യമാവുകയുള്ളൂ. മാത്രമല്ല 2ാം ദിവസത്തെ കേരള ബോക്സ് ഓഫീസ് കളക്ഷൻ റഫായിട്ടുള്ള ഡാറ്റയാണ് കിട്ടിയിരിക്കുന്നത്. പ്രോപ്പർ ഡാറ്റ കിട്ടണമെന്നുണ്ടെങ്കിൽ ഇന്ന് നൈറ്റോട് കൂടി തന്നെ കിട്ടത്തുള്ളൂ. അപ്പോൾ നാളത്തെ കാര്യങ്ങൾ പറയുമ്പോൾ ഈ ഒക്യുപ്പൻസി ഒക്കെ ചേർത്തിട്ട് നമുക്ക് സംസാരിക്കാം. ഇനി ഞാൻ ഈ പറയുന്നത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ചാനലിന്റെ പേരുമായി ബേസ് ചെയ്തിട്ട് കുറച്ചും കൂടി ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് പറയാമെന്ന് കരുതി ചെയ്യുന്നതാണ്. അതായത് നമ്മുടെ ചാനൽ ഇപ്പോൾ ഇത്രയും കാലമായി 6 കൊല്ലം കഴിഞ്ഞിരിക്കുന്നു. ഈ 6 കൊല്ലത്തിനിടയിൽ നമ്മുടെ ചാനലിൽ നല്ലൊരു ഗ്രോത്ത് തന്നെ സംഭവിച്ചിട്ടുണ്ട്. എനിക്കറിയാം, നമ്മൾ സ്ഥിരമായിട്ട് വീഡിയോ ചെയ്യാറില്ല. കഴിഞ്ഞ 2 വർഷമായിട്ട് കുറേ ഫാമിലി പ്രശ്നം എന്ന് പറയുമ്പോൾ നല്ല കാര്യങ്ങൾ, കല്യാണം കഴിഞ്ഞ് പിള്ളേരൊക്കെ ആ ഒരു കാര്യങ്ങളൊക്കെ ആയിട്ട് ഇടപെട്ട് പോകുന്നത് കൊണ്ട് തന്നെ 2 കൊല്ലമായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഇടാൻ എനിക്ക് സാധിച്ചിട്ടില്ല. ഇപ്പോൾ 1 മാസമായിട്ടുള്ളൂ നമ്മൾ വീണ്ടും തിരിച്ച് ആ ഒരു പഴയ രീതിയിലേക്ക് എത്തിയിട്ട് ഇപ്പോൾ നമുക്ക് കാര്യമായിട്ടുള്ള വ്യൂവേഴ്സൊക്കെ വന്നു തുടങ്ങി. പക്ഷേ ഈ 2 കൊല്ലം ഉണ്ടാക്കിയെടുത്ത ആ ഒരു ചീത്തപ്പേരുണ്ടല്ലോ, കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഇടാതെ ഇരുന്നതെന്ന് വരെ. അപ്പോൾ ആ ഒരു സമയം യൂട്യൂബിനെ സംബന്ധിച്ച് നമ്മളുടെ വീഡിയോസ് കണ്ടിന്യൂസ് ആയിട്ട് വന്നാൽ മാത്രമേ നിങ്ങൾക്ക് റെക്കമെൻഡേഷൻ ആയിട്ടോ അല്ലെങ്കിൽ ബാക്കിയുള്ള ബ്രൗസിംഗ് ഫീച്ചേഴ്സ് ഒക്കെ ആയിട്ട് നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ ആ ഒരു സംഭവം നമ്മുടെ ഈ 2 കൊല്ലം കൊണ്ട് ഗ്യാപ്പ് വന്നതുകൊണ്ട് തന്നെ പഴയ പല ആളുകൾക്കും നമ്മുടെ ചാനൽ ഫൈൻഡ് ചെയ്യാൻ സാധിക്കുന്നില്ല. അതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ അവർക്ക് ചാനലിന്റെ പേരറിയാം, സിനിമ എന്നുള്ളൊരു പേരറിയാം, എന്റെ പേരറിയില്ല. നിങ്ങൾക്ക് തീർച്ചയായിട്ടും സിനിമ ശരൺ രാജ് എന്നടിച്ചു കഴിഞ്ഞാൽ എന്റെ ഈ ചാനൽ തന്നെ നിങ്ങൾക്ക് കറക്റ്റായിട്ട് കിട്ടും. പക്ഷെ എന്റെ പേര് എല്ലാവർക്കും തന്നെ അറിയണമെന്നില്ല. അപ്പോൾ ആ ഒരു സംഭവം നമ്മൾ നോക്കുന്ന സമയത്ത് ഈ ചാനൽ സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കാൻ വലിയ ബുദ്ധിമുട്ടുണ്ടാവും. അതിനെ മറികടക്കാൻ വേണ്ടി നമ്മൾ ഒരു പുതിയ പേര് പ്ലാൻ ചെയ്തിട്ടുണ്ട്. 1-2 പേരുകൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അത് ഞാൻ കമ്മ്യൂണിറ്റി ടാബിൽ ഒരു പോസ്റ്റായിട്ട് ഇട്ടേക്കാം. നിങ്ങൾ വന്നിട്ട് അതിനകത്ത് വോട്ട് ചെയ്യണമെന്ന് ഞാൻ നിങ്ങളോട് കാല് പിടിച്ച് അപേക്ഷിക്കുന്നു. കാരണം നല്ല സെർച്ച് ചെയ്താൽ കണ്ടുകിട്ടാൻ സാധ്യതയുള്ള ഒരു പേര്, കോമൺ ആയിട്ടുള്ള പേരാണ് സിനിമ എന്ന് പറയുന്നത്. കാരണം സിനിമയുമായി ബേസ് ചെയ്ത് എന്ത് വീഡിയോ ഇട്ടാലും സിനിമ എന്നുള്ള വാക്ക് അതിനകത്ത് വന്നിരിക്കും. ടൈറ്റിലിൽ പോലും പലയിടത്തും സിനിമ എന്നുള്ള ടൈറ്റിൽ പല സിനിമകളുടെയും ഫുൾ സിനിമകൾ ചാനലിൽ കിടക്കുന്നതിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് ബുദ്ധിമുട്ടായിട്ട് വരുന്നുണ്ട്. അപ്പോൾ അതിനെ മറികടക്കാൻ സിനിമ ബേസ് ചെയ്തിട്ട് തന്നെ ഒരു പേര് നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക് നിർദ്ദേശിക്കുക. ശരൺ രാജ് എന്ന് പറയുന്ന പേര് വെച്ചിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുമെന്നുണ്ടെങ്കിൽ അത് വെച്ചിട്ട് താഴെ റെക്കമെൻഡ് ചെയ്യുക. തീർച്ചയായിട്ടും ഇതെല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു പേര് തന്നെയായിരിക്കും നമ്മൾ ഇടുക. സിനിമയുടെ റിവ്യൂസ് അതിന്റെ അപ്ഡേറ്റ്സ് ആണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അതുമായി ബേസ് ചെയ്തിട്ടുള്ള ഒരു പേര് ഇടാൻ ആഗ്രഹിക്കുക. സിമ്പിൾ പേരായിരിക്കും, സിനിമ എന്നൊക്കെ പറയുന്ന പോലെ തന്നെ സിമ്പിൾ പേരായിരിക്കും. എന്നാൽ യൂട്യൂബിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ വേറെ ആ ഒരു പേരിൽ വേറെ ഒന്നും തന്നെ ലഭിക്കില്ല എന്ന് ഉറപ്പുള്ള സാധനമായിരിക്കും ഇടുക. ഓക്കെ, അപ്പം നിങ്ങളുടെ വലിയ ഒരു സഹകരണം പ്രതീക്ഷിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.